എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു യൂണിഫോം ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ലീവ് തയ്ക്കാം. അപ്പോൾ അതേപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഇവിടെ അടയാളം ഇട്ടിട്ടുണ്ട്, ഇതിലൊന്ന് മടക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നുകൂടെ മടക്കുക. നമ്മൾ 1 ഇഞ്ചാണ് വീതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് വീതിയിലൂടെ മടക്കി അടിച്ചാൽ മതി. ചെറിയ ഷർട്ടാണ്. ഇനി ഇതിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അതേപോലെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഇതാണ്. ഇതിൻ്റെ നല്ല വശം ഇവിടെയാണ്. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുക. അതേപോലെ ഇതിലാകുമ്പോഴൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ചെയ്താൽ മതി. ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് 3ൻ്റെയും കൂടെ സെൻറ്റർ ഇതേപോലെ വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു പിന്ന് കുത്താം. അതിനുശേഷം 1/2 ഇഞ്ചിൽ തയ്ക്കുക. ഇനി ഇതേപോലെ കൊണ്ട് 2 സൈഡും വരച്ചിട്ട് ഇവിടെ ഒരു മേൽത്തൈലിടാം. ഇനി നമുക്ക് ഈ അടിപ്പീസിലത്തെ എക്സ്ട്രാ ഉള്ളത് ഇതിനൊപ്പം വെച്ച് കട്ട് ചെയ്താൽ മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പട്ടി തയ്ക്കാം. അപ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗമാണ് ഈ ബട്ടൺ ഹോൾ പട്ടി വരിക. ഇതിപ്പോൾ നമ്മൾ 2 ഇഞ്ച് വീതിയിൽ അടിക്കുകയാണിത്. ഗദറിൻ്റെ കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഇതിൽ ക്യാൻവാസ് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ക്യാൻവാസ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പട്ടിക്കുള്ള റോൾ ക്യാൻവാസ് കിട്ടും. അപ്പോൾ ഇതേപോലെ ഇതിങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇപ്പം ഇങ്ങനെ മടക്കിയിട്ട് നല്ല വശത്തേക്ക് 2 സൈഡിലും ഓരോ തൈലിട്ട് എടുത്താൽ മതി. ഇനി അകവും പുറമുള്ള തുണിയാണെങ്കിൽ നേരെ തിരിച്ചിട്ട് ഒട്ടിക്കുക. അതായത് ഈ മാർക്കിൻ്റെ ഇപ്പുറത്ത് അടിവശത്ത് ഒട്ടിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിന് മേലെ ഒരു തൈലിടുക. അപ്പോൾ ഇത് നല്ല വശത്ത് ഇതേപോലെ ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ ഞാൻ ക്യാൻവാസ് കൊടുക്കുന്നില്ല. ഇത് കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഇതിൻ്റെ തന്നെ സെൻറ്ററിൽ മടക്കിയെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ മടക്കാം. എന്നിട്ട് ഈ 2 സൈഡിലും ഓരോ സ്റ്റിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൽ പോക്കറ്റ് വയ്ക്കാം. ആകെ നീളം കൊടുക്കുക. 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 4.5 വരും. അതുകൊണ്ട് ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അങ്ങോട്ട് നമുക്ക് ലൂസിനനുസരിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ മാർക്കിൽ ഇതേപോലെ സെൻറ്റർ ഒന്ന് മടക്കിയെടുക്കുക. അതേപോലെ ഒരു പോക്കറ്റ് പീസ് എടുക്കുക. ഇത് നമുക്കൊരു 3/4 ഇഞ്ച് വീതി വയ്ക്കാം. പോക്കറ്റ് നമുക്ക് ആവശ്യത്തിന് വലിപ്പം വെച്ചാൽ മതി. ഇതൊരു 3.25 ഇഞ്ച് വീതി വയ്ക്കുന്നുണ്ട്. 3.5 ഇഞ്ച് ഇറക്കവും വയ്ക്കാം.
അതായത് ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം മതി. ഇത് കട്ടിയുള്ള തുണിയാകുമ്പോൾ ഇതേപോലെ നഖം കൊണ്ട് വരച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ അയൺ ചെയ്തെടുക്കേണ്ടി വരും. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഒരു തൈലിട്ടെടുക്കാം. ഇതേപോലെ അടിച്ചെടുക്കുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് ഫിനിഷ് ചെയ്യുക. ഈ കോർണർ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇനി ഇതിലേക്കുള്ള ബട്ടൺ പട്ടി തയ്ക്കാം. ബട്ടൺ പട്ടി ഇവിടെ നമ്മൾ ഈ അടയാളത്തിലൊന്ന് മടക്കിയെടുക്കുക. ഇനി ഇത് ഇത്രയും വീതി വേണ്ട. നമ്മൾ ബട്ടൺ ഹോൾ തയ്ക്കണ പട്ടി 1 ഇഞ്ച് വീതിയാണ് ഇട്ടത്. ഇതൊരു 3/4 ഇഞ്ച് മതി. അപ്പോൾ 1.5 ഇഞ്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ മടക്കുക. ഒന്നുകൂടെ മടക്കിയിട്ട് ഈ സൈഡിൽ കൂടെ മാത്രം ഒരു തൈലിടുക. ഇനി ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അതേപോലെ അടിവശത്തുനിന്ന് സിംഗിൾ പീസ് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളത് ഈ ഷോൾഡർ കവർ ചെയ്തടിക്കണം. ഇതിന് ചെയ്യാനുള്ളത് ഈ ഫ്രണ്ടും ഇതേ അടിവശത്തെ ബാക്കും കൂടെ ഇങ്ങനെ എടുത്തിട്ട് മടക്കിയിട്ട് ഇതിനകത്തേക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഈ ആദ്യം ഇട്ട തയ്യലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തയ്യലിടുക. ഒരു പോയിൻ്റ് ഉള്ളിലേക്ക് ഇടാം. ഇനി ഫ്രണ്ടും ബാക്കും കൂടെ ഇതിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് കവറിങ് ആയിട്ട് വരും. ഇനി ഇവിടെ ഒന്ന് ചേർത്തടിക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഈ ഫ്രണ്ടും ബാക്കും കൂടെ അതേപോലെ ഒപ്പം പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതേപോലെ ഈ സൈഡും അടിക്കാം. ഇവിടെ ഇതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും കൂടെ ഒപ്പം പിടിക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് വയ്ക്കുക. എന്നിട്ട് ഈ തയ്യത്തുമ്പ് രണ്ടും കൂടെ ഇതേപോലെ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ച് വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ഈ തയ്യൽ കാണുള്ളൂ. എന്നിട്ട് ഇതിനകത്ത് കൂടെ അടിക്കുക. ഈ ഭാഗം കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് തയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. സ്ലീവ് ഇതൊന്ന് വെച്ച് നോക്കാം. ഒരു 1/4 ഇഞ്ച് കുറവുണ്ട്. അതൊന്ന് ഇവിടെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കാരണം രണ്ടിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇവിടെ മാത്രം 1/4 ഇഞ്ച് വീതി എടുക്കുക. ഇവിടേക്ക് ചെരിച്ചെടുത്താൽ മതി. ഇനി ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ്. ഇവിടെ ഓവർലോക്ക് അല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മടക്കി അടിച്ചിട്ടുണ്ട്.
ഇതിൻ്റെ ഈ വശം, അതായത് നല്ല വശത്തെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി അടിക്കുക. അതിനുശേഷം ഇത് നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഈ പോക്കറ്റ് ഉള്ള ഭാഗം ഇവിടെ വയ്ക്കുക. അതായത് ഈ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് തയ്ച്ചതിന് താഴേക്ക് ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഈ 1/4 ഇഞ്ച് കൂടെ തയ്ക്കുക. അതായത് ഒരു പോയിൻ്റ് ഇവിടെ എക്സ്ട്രാ ഇടുക. ഈ പീസ് ഒരു പോയിൻ്റ് എക്സ്ട്രാ ഇടുക. ഇവിടെ 1/4 ഇഞ്ച് തന്നെ വെച്ചാൽ മതി. ഇതേപോലെ അടിച്ചെടുക്കുക. ഇവിടെ ഒരു പോയിൻ്റ് മുകളിലേക്ക് വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ മടക്കുന്ന സമയത്ത് ഈ തയ്യത്തുമ്പ് ഇതിൽ കവറാവും. എന്നിട്ട് ഇതേപോലെ നല്ല വശത്തുനിന്ന് ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലിടുക. തയ്യത്തുമ്പ് ബോഡിയിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇതേപോലെ അടിച്ചെടുക്കുക. ഇനി ഇതേപോലെ ഈ സ്ലീവ് അടിക്കാം. ഇനി ഇതിൻ്റെ സൈഡ് നമ്മൾ ഓവർലോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒപ്പം വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് തയ്ച്ചാൽ മതി. അപ്പോൾ അതേപോലെ 2 സൈഡും അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിമറിച്ചിട്ട് ബോട്ട് അടിക്കാം. ബോട്ട് നമ്മൾ ആകെ ഇട്ടിരിക്കുന്ന 1 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് ആദ്യം മടക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കോളർ റെഡിയാക്കാം. കോളർ ഇതേപോലെ ക്യാൻവാസ് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. ഇനി ഇവിടെ ഈ തയ്യത്തുമ്പ് ബൈൻഡിലേക്ക് ചേർത്ത് വെട്ടുക. അതായത് കോളറിനൊപ്പം ചേർത്ത് വെട്ടുക. ഇതിൽ വന്നിട്ട് ഇതേപോലെ 3 സൈഡും ഒരു 1/4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തയ്യലിടാം. കോളർ പോയിൻ്റ് ഇതേപോലെ നൂലിട്ടിട്ട് തിരിച്ചെടുക്കണം. ഇതുപോലെ 2 മടക്കായിട്ട് നൂലെടുക്കുക. എന്നിട്ട് ഈ 2 തുണിക്കും ഇടയിൽ കൂടെ വെച്ചിട്ട് ഒരു തയ്യൽ ഇതേപോലെ തിരിച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്ത് കൂടെ നൂല് വെച്ചിട്ട് ബാക്കി തയ്ച്ചെടുക്കുക. ഈ സൈഡും അതേപോലെ നൂലിട്ടെടുക്കുക. ഇതേപോലെ 1/4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തുക. ഈ സൈഡൊന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് അടിമറിക്കുക. അതിനുശേഷം ഈ നൂല് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കോളർ പോയിൻ്റ് കിട്ടും. അതുപോലെ ഈ സൈഡും. ഇനി ഇതുപോലെ ഒപ്പം വെച്ചിട്ട് നഖം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം 1/4 ഇഞ്ച് വീതിയിൽ സൈഡിൽ കൂടെ ഒരു തയ്യലിടാം. അപ്പോൾ അതേപോലെ ഇവിടെ തയ്ച്ചിട്ട് ഈ ചുവട് വശത്ത് കൂടെ ഒരു തയ്യലിടുക. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ബൈൻഡ്
ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടെ ഒന്ന് ചേർത്ത് അടിക്കുക. ഇതേപോലെ ഈ ബെൻഡിനനുസരിച്ച് ചേർത്ത് വെച്ച് അടിക്കുക. അതിനുശേഷം ഇതേപോലെ അടിയിലേക്കുള്ള ബൈൻഡ് തുണി എടുത്തിട്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരല്പം കയറ്റി വയ്ക്കുക. ഈ ബൈൻഡിൻ്റെ ബെൻഡിനനുസരിച്ച് അല്പം കയറ്റി വയ്ക്കുക. എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തയ്യലിട്ട് എടുക്കുക. ഇനി ഈ ബൈൻഡ് ഇതേപോലെ അടിമറിച്ചെടുക്കുക. ഇവിടെ വന്നിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ബാക്ക് വശത്ത് നഖം കൊണ്ടൊന്ന് വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇതുവരേക്ക് ഒരു തയ്യലിടുക 4 ഇഞ്ച് വീതിയിൽ. അപ്പോൾ ഇതേപോലെ ഒരു 4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് അടയാളപ്പെടുത്താം. ഇനി കോളർ അറ്റാച്ച് ചെയ്യാം. ഈ കോളറും ഈ കഴുത്തും കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഇതേപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഇവിടെ ഒരു 4 ഇഞ്ച് കുറവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഈ ഫ്രണ്ട് വശത്തു നിന്ന് 4 ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇവിടെ 4 ഇഞ്ച് എടുക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. ഷോൾഡറിലേക്ക് കട്ട് ചെയ്യരുത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം. സൈഡിൽ നിന്ന് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. കുറച്ചുകൂടി എളുപ്പം ഇതായിരിക്കും. ഇനി ഈ ഭാഗത്തും അറ്റാച്ച് ചെയ്യുക. അതുപോലെ ഇതേപോലെ 4 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. ഈ ബാക്കിൽ ഇതേപോലെ നഖം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. ഇനി തിരിച്ച് വെച്ചിട്ട് ഇനി ഈ തയ്യത്തുമ്പ് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് തയ്യൽ ആരംഭിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ബൈൻഡിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ തന്നെ വന്നിട്ട് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കോളർ തയ്ച്ചെടുക്കുക. ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റിച്ചിങ് ഇങ്ങനെ ഇതിന് മേലെ വന്നിട്ട് ഇവിടെ തന്നെ വന്ന് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.